ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇതാ വന്നിരിക്കുകയാണ്. ഒരു പ്രത്യേക വിശേഷമായിട്ട് ഞാൻ അമ്പലത്തിലൊന്ന് പോയപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ബർത്ത്ഡേ അല്ല, അവളുടെയും ബർത്ത്ഡേ അല്ല, പക്ഷേ എൻ്റെ പൊന്നുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. എനിക്ക് അർജന്റ് ഒരു ഓഡിറ്റ് ആയതുകൊണ്ട് ട്രിവാൻഡ്രത്താ അവർ, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിന് വേണ്ടി അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങളും പ്രാർത്ഥിക്കുക. ഹാപ്പി ബർത്ത്ഡേ വാമിക്കുട്ടി. ആൻഡ് മിസ് യൂടാ. പണ്ട് കാര്യമില്ല, കാരണം വർക്ക് ഈസ് വർഷിപ്പ് എന്നാണല്ലോ. അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി മോൾക്കാണെങ്കിലും അവള് ഞാൻ പണിയെടുത്താലേ അവൾക്ക് നന്നായിരുന്നു കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. അപ്പോൾ ഇപ്പോഴാട്ടോ നമുക്കൊരു മിസ്സിംഗ് ആവുന്നത്. അതായത് ഗൾഫിലും പുറത്തും മിലിറ്ററിയിലും ഡിഫൻസിലും ഇവർക്ക്, അതായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ ആ ഒരു നല്ലൊരു മൊമെന്റ്സിൽ എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ പെയിനൊക്കെ മനസ്സിലാവുന്ന ഒരു ടൈമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മോളു. അച്ഛൻ കമ്മിങ് സൂൺ. ബൈ. ബ്രേക്ക്ഫാസ്റ്റിന് ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാമി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ഗുഡ് മോർണിംഗ് വാമി. നോക്കി ഹാപ്പി ബർത്ത്ഡേ വാമി. വാമിയുടെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ബർത്ത്ഡേ പറയുമ്പോൾ വാമി താങ്ക് യു പറയണം. നമ്മൾ സദ്യ ഒരുക്കാനാണ് പോകുന്നത്. ഇന്ന് വാമിയുടെ ഡേ. ഇറ്റ്സ് നോട്ട് ഓൺലി ഹർ ഡേ, ബട്ട് ഇറ്റ്സ് ഓൾസോ മൈ ആൻഡ് മൈ ഹസ്ബൻഡ്സ് ഡേ. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മാത്രമല്ല, നമ്മൾ പാരൻറ്ഹുഡ് ആയ ആ ഒരു ദിവസം കൂടെയാണ് പാരൻറ്ഹുഡ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് വാസ് എ ബ്ലെസ്ഡ് ഡേ. അപ്പോൾ എന്താ പറയുന്നത്, എന്താ നമ്മളിപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, നമ്മൾ ആദ്യമായിട്ട് അമ്മ അച്ഛനെന്ന് വിളിക്കുന്ന ആ ഒരു കുഞ്ഞിൻ്റെ വായനാണ് അല്ലേ. അപ്പോൾ നമ്മൾക്കത് സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? പായസമുണ്ട്, സദ്യ ഉണ്ട്, എല്ലാം ഉണ്ട്. കേക്ക് ഉണ്ട്, കപ്പ് കേക്ക്സ് ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല. എപ്പോഴും എന്തെങ്കിലും നമ്മൾ മലയാളീസിന് എന്താ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ഫുഡ് അടിക്കണം, അതാണ്. അപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഞാനാണ്. അപ്പോൾ നമ്മൾക്ക് സത്യം വലിയ കാര്യമായിട്ടുള്ളതല്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അച്ചാർ പ്രത്യേകിച്ചില്ല, വാമിയും കഴിക്കത്തില്ല, ഞങ്ങൾ ആരും കഴിക്കത്തില്ല. പിന്നെ ബാക്കി നമ്മളെന്താ, ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തൊരു 50 രൂപ കൂട്ട് കിട്ടും. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള അതിന് സാമ്പാർ ഉണ്ടാക്കാം, ഒരു തോരൻ, ഒരു അവിയൽ, പിന്നെ എന്താ എന്തെങ്കിലും തോരൻ 2 തോരനൊക്കെ ഉണ്ടാക്കാൻ തോന്നും. 2-3 തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് ആ ഒരു കൂട്ട് മേടിച്ചപ്പോൾ ആ 50 രൂപ കൂട്ടിന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ സദ്യക്ക് കേട്ടോ. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ബോളി ഉണ്ടെന്ന്, ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യൽ ബോളി. 2 തരം പായസമായ പാലട ഉണ്ട്, പരിപ്പ് പായസമുണ്ട്. മിക്കണ പോലെ തന്നെ നമുക്ക് ഫുഡ് നല്ല ഇഷ്ടമാണ് അല്ലേ. അതെ, പച്ചക്കറി മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് പറയാം. നമ്മൾ എപ്പോഴും വെജിറ്റബിൾസ് നല്ലോണം വാഷ് ചെയ്യണം. പണ്ടത്തെ പോലെ അല്ല, നല്ലോണം കീടനാശിനിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് കഴുകാം വെജിറ്റബിൾസ്, അതുപോലെ തന്നെ വിനേഗർ ഇട്ട് കഴുകാം. ഇപ്പം ഞാൻ ഇവിടെ വാങ്ങിയ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ നല്ലോണം ഒരു ലിക്വിഡ് ക്ലൻസർ ഇട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മാമിയുടെ വാട്ടർ ബോട്ടിലും കഴുകുന്ന ആ ലിക്വിഡ് ക്ലൻസർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മാമിയുടെ ആ ഒരു വാട്ടർ ബോട്ടിൽസ് എല്ലാം ഞാൻ കഴുകുന്ന ആ ലിക്വിഡ് ക്ലൻസർ യൂസ് ചെയ്തിട്ടാണ്. ലവ് ലാപ്പിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ലിക്വിഡ് ക്ലൻസർ.
ഇതാണ് ലവ് ലാപ്പിൻ്റെ ലിക്വിഡ് ക്ലെൻസർ എന്ന് പറയുന്നത്. ഇത് മൾട്ടിപർപ്പസ് യൂസേജിന് പറ്റിയതാണ്. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ബേബിയുടെ ഫീഡിങ് അക്സസറീസും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലിക്വിഡാണ്. ഇത് pH ബാലൻസ്ഡ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ജെൻറ്റിലാണ്. അതുപോലെ തന്നെ ഇത് ആൻറ്റി ബാക്ടീരിയലാണ്, നോൺ ടോക്സിക് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ 50 റുപ്പീസ് കിറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ, പച്ചക്കറിയിലുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പരിപ്പ് കറി, അവിയൽ, വെജ് തോരൻ, ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക പച്ചടി, ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മാമി സദ്യ കഴിക്കാൻ തുടങ്ങി. മാമി സ്വന്തം തന്നെയാണ് എല്ലാം ഫുഡും അവൾ സ്വന്തമായിട്ട് കഴിക്കും. നമ്മൾ പ്രത്യേകിച്ച് വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരിപ്പ് പായസമാണ്, വിത്ത് പഴമാണ് ഞങ്ങളിവിടെ കഴിക്കാറ്. അങ്ങ് പാലക്കാടൊക്കെ പപ്പടം ചേർത്താണ് പായസം കഴിക്കുന്നത്. സിമ്പിൾ ഡെക്കറാണ് കൂടുതൽ. ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ട്രഡീഷണൽ സെറ്റപ്പാണ് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. മേടിച്ചിരിക്കുന്ന മാമിക്ക് ഇത് ബീഹേവ് ഹണി കേക്കാണ്. ഇത് പ്രീമിയം ക്വാളിറ്റി കേക്കാണ്. അതുപോലെ വല്ലാതെ ക്രീമി കേക്ക്സ് ഒന്നും അധികം കൊടുക്കുന്നത് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഈ കേക്ക് സെലക്ട് ചെയ്തത്. മാമിയുടെ അച്ഛൻ തരുന്ന ഗിഫ്റ്റാണ്, അമ്മ തരുന്ന ഗിഫ്റ്റ്. ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചു നോക്കണം. എനിക്ക് ഉമ്മ തന്നില്ല. നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ബിഫോർ ഗോയിങ് ടു ബെഡ് വി ഷുഡ് ബ്രഷ് അവർ ടീത്ത്. വാമിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണിത്. നല്ല രസമാണ്. ഒരു ഫിഷിംഗ് ടോയ് ആണ്. ഓക്കെ, നമുക്ക് രണ്ടും ഒരുമിച്ച് കളിക്കാം. ഓക്കെ, ഏകദേശം 11:15 എന്നിട്ടും കൂടെ വാമി ഉറങ്ങാതെ ഇതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.